വാട്സ്ആപ്പ് എവറിബഡി. ഞാനിങ്ങനെ എൻ്റെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ ഒരു യോഗേൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഒരു ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മൗസ് പിടിച്ചിട്ട് കൈയിൻ്റെ വേദനയുള്ളത് അതെങ്ങനെയാണ് കുറച്ച് റിലീഫ് ഉണ്ടാവുകയെന്ന്. ഞാൻ കുറച്ച് എക്സസൈസസ് പറഞ്ഞുതരാം. ആദ്യത്തെ വെച്ചാൽ തം സ്ട്രെച്ച് ആണ്. കൈ ഇങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ ദ ഇൻസൈഡ് പാർട്ട് ഷുഡ് ഫേസ് യു. അതിനുശേഷം മറ്റേ കൈ എടുത്തിട്ട് ഈ തമ്മിനെ വലിക്കുക, സ്ട്രെച്ച് ചെയ്യുക. എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്യുക. ഈടെ ഒരു ഇങ്ങനെ വലിയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവണം. നല്ലോണം സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, സെയിം തിങ് മറ്റേ കൈയിലും ചെയ്യുക. ഇതൊരു 15-20 സെക്കൻഡ്സ് പിടിക്കുക. എന്നിട്ട് വീണ്ടും റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ രണ്ട് സൈഡിലും ഒരു 3 പ്രാവശ്യം 5 പ്രാവശ്യം മാക്സിമം. ആൻഡ് ഡു ഇറ്റ് ഇൻ ഇന്റർവെൽസ്. ത്രൂ ഔട്ട് ദ ഡേ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. തമ്പ് ഉപയോഗിച്ചിട്ട് ഓരോ ഫിംഗർ ടിപ്പിനെ ഇങ്ങനെ ഓന്നാക്കുക. മെല്ലെ ചെയ്യുക. ഒരു 10-15 ടൈംസ് ചെയ്താൽ മതി. ഇത് മെല്ലെ നോക്ക്. ഇങ്ങനെ 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 സെയിം തിങ് റിപ്പീറ്റഡ് കുറച്ച് ഇന്റർവെൽ വെച്ചിട്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റിഫ്നെസ്സിൽ ഈ കൈൻ്റെ ഇടയിലുള്ള സ്റ്റിഫ്നെസ് മാറ്റും. നമ്മൾ മൗസ് ഒരുപാട് ഉപയോഗിക്കുമ്പോൾ റിസ്റ്റും നല്ലാണ്ട് ഉപയോഗിക്കും. അന്നേരം ഈടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിഫ്നെസ്സും കുറച്ച് വേദനയിൽ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് ദ ഹാൻഡ് അവേ ഫ്രം യു. പാം ഫേസസ് അവേ ഫ്രം യു. മറ്റേ കൈ ഉപയോഗിച്ചിട്ട് പുൾ ദ റെസ്റ്റ് ഓഫ് ദ ഫിംഗേഴ്സ് ടുവേർഡ്സ് യു. ഇങ്ങനെ സെയിം തിങ് മറ്റേ കൈ ഇങ്ങനെ വെച്ച് പുൾ ഇറ്റ്. സോ ഈടെ ഇങ്ങനെ ഒരു സ്ട്രെച്ച് നല്ല സുഖമാണ്. അടുത്തതെന്ന് വെച്ചാൽ അതേ സാധനം പക്ഷെ താഴോട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഈടെ സ്ട്രെച്ച് ഫീൽ ആവും. സെയിം ടു ദി അതർ ഹാൻഡ്. ഹിയർ യു ഫീൽ ഇറ്റ് ഹിയർ. ഈടെ ചെറുങ്ങനെ ചില സമയത്ത് ഇറിറ്റേഷൻ വരും. എന്തെയാണെന്ന് വെച്ചാൽ ഈ കൈയാണ് ഉപയോഗിക്കുന്ന ഒരുപാട് വെച്ചാൽ ഈ കൈൻ്റെ തം ഫിംഗർ എടുത്തിട്ട് ഈടിങ്ങനെ ഒന്നൊരു മസാജ് ചെയ്ത് കൊടുക്കുക. ഓൺ ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ്, ഈ 2 പോയിന്റ്സ് ഇടിയും മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ക്വിക്ക് റിലീഫാണ്. ഞാൻ പറഞ്ഞ ഈ എക്സസൈസുകൾ ഒന്ന് ചെയ്ത് നോക്കുക. ബട്ട് ഇഫ് ദ പെയിൻ പെർസിസ്റ്റ്, അതും ഇതിങ്ങനെ വല്ലാത്ത പെയിൻ ഉണ്ടെങ്കിൽ പിന്നെ അതെന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുക. ദീസ് ആർ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂഷൻ ടു ഗോ ടു ദ ഡോക്ടർ. ഇതെന്ന് വെച്ചാൽ ഒരു ക്വിക്ക് റിലീഫിനാണ്. ഇത് ലോങ് ടേം ചെയ്യുന്നതിന് ബെനിഫിറ്റേ ഉള്ളൂ, ഹാർംഫുൾനെസ് ഒന്നും ഉണ്ടാവില്ല. സോ ട്രൈ ഇറ്റ്, ലെറ്റ് മീ നോ. ബൈ.